ഹായ് ഹലോ അസ്സാം വലൈക്കും. പ്രിയമുള്ളവർക്കെല്ലാവർക്കും തസ്ലീസ് ഡ്രീം എന്ന എൻ്റെ ചാനലിലേക്കും ഇന്നത്തെ വീഡിയോയിലേക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ അയൽവാസിയുടെ കൃഷിസ്ഥലങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം അവരുടെ സ്ഥലത്ത് എന്തൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. വരൂ. അപ്പം നമുക്ക് നേരെ നമ്മുടെ അയൽവാസിയുടെ കൃഷിസ്ഥലത്തോട്ട് പോകാം അല്ലേ. നമ്മൾ ഫസ്റ്റിൽ തന്നെ ഇതേ കാണുന്നത് ഒരുപാട് വാഴകളാണ്. വാഴ വെച്ചിട്ടുണ്ട് ഇവർ. വാഴയെല്ലാം കുലച്ച് വരുന്നുണ്ട്, കുറേ കുലച്ചു. പിന്നെ ഇവിടുന്ന് കാണുന്നതാണ് എൻ്റെ വീടിൻ്റെ കിണറിൻ്റെ അപ്പുറത്തോട്ടാണ് അവരുടെ സ്ഥലങ്ങൾ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോയെന്നറിയില്ല, എനിക്ക് പേടിയാണ് ഗൈസ്. കാരണം അമ്മാതിരി കാടാണ്. പക്ഷേ എന്താ പറയുക, ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ചില കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ കാണുന്നതും സന്തോഷമാണ്. അതുകൊണ്ട് ഉള്ള ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് ഞാൻ പോകുകയാണ് ഗൈസ് നിങ്ങൾക്ക് കാട്ടിത്തരാൻ. ഫസ്റ്റിൽ തന്നെ നമ്മളിത് ഇങ്ങനെ പോകുമ്പം അവർ വെള്ളം കോരാൻ വീട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ വഴി നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുറം പൊന്തക്കാടൊന്നും അല്ല, ഇങ്ങനെ ചെറിയ ചെറിയ കാടാണ്. മൊത്തം വാഴക്കൃഷിയാണ്, വാഴയാണ് കൂടുതലുള്ളത്. കണ്ടില്ലേ, ഇപ്പുറത്തെ സൈഡ് റബ്ബർ തോട്ടങ്ങളാണ്. ഇതൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ് മുന്നേ. പിന്നെ ഇപ്പുറം ഇവരുടെ സ്ഥലങ്ങൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ കാണുന്നത് ഒരുപാട് നല്ല ഫ്രഷ് പച്ചമുളകാണ്. അത് എൻ്റെ കണ്ണിൽ പെട്ടു ഫസ്റ്റിൽ തന്നെ. അത് കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്തു. അപ്പം ഇനി എന്താ, വീണ്ടും പച്ചമുളകാണ് ഗൈസ്. അടിപൊളിയായ സ്ഥലങ്ങളാണ്. ഞാൻ കണ്ട പോലെ ഒന്നുമല്ല. ഞാൻ അവിടെ നിന്ന് കാണുമ്പം എന്താ പറയുക, കാടായിരിക്കും, അവിടെ എങ്ങനെ പോവാതെ കുറേ വാഴ കുലച്ചിട്ടുണ്ട്, അവിടെ എങ്ങനെ പോവുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിപ്പെട്ടപ്പം കാടൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. അല്ലെങ്കിലേ എനിക്ക് കാട്ടിലേക്ക് ഇറങ്ങുന്നത് തന്നെ പേടിയാണ്. ഇവിടെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാന്താരി, പിന്നെ കവുങ്ങ്, പിന്നെ ഷുഗർ ചീര, പ്രഷർ ചീര എന്നൊക്കെ പറയുന്ന ആ ചീര ഉണ്ട്. പിന്നെ ഇങ്ങനെ മൊത്തം വേലി പോലെ അവർ കുത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ സീമക്കൊന്ന. അതിൻ്റെ അപ്പുറമാണ് അവർ പയർ, അങ്ങനെ മറ്റ് കണ്ണി കണ്ടതൊക്കെ നട്ട് വെച്ചിട്ടുള്ളത്. മൊത്തം വാഴയാണ്, കൃഷി വാഴയാണ്. പിന്നെ പയർ, പച്ചമുളക്, തക്കാളി, കവുങ്ങ് കുഞ്ഞു കുഞ്ഞു കവുങ്ങെല്ലാം ഇപ്പോൾ ഉഷാറായിട്ട് വരുന്നുണ്ട്. പച്ചമുളകും കാന്താരിയാണ് കൂടുതലുള്ളത്. കുറേ ദിവസമായി വിചാരിക്കുന്നു ഇങ്ങനെ നമ്മുടെ അയൽവാസിയുടെ കൃഷി എടുത്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം എന്ന്. അപ്പോൾ ഇന്നാണ് ടൈം കിട്ടിയത്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്നൊക്കെ പറയാറില്ലേ പഴഞ്ചൊല്ല്. അപ്പോൾ നമ്മളവിടെ കാക്കാപ്പൂവും കണ്ടു. നല്ല അടിപൊളിയായിട്ടുണ്ട് കാട്ടിലെ കാക്കാപ്പൂവ്. നമ്മൾ നാട്ടിൽ നടന്ന വീട്ടിൽ എന്താ പറയുക, നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് നടുന്ന ചെടിനേക്കായും നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ കാട്ടിൽ കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മളങ്ങനെ പയറിൻ്റെ അടുത്തെത്തി. പയറൊന്നും ഉണ്ടായിട്ടില്ല. മാഷാ അല്ലാ, നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല പന്തലൊക്കെ ഇട്ട് കൊടുത്ത് പയറിൻ്റെ മുകളിൽ ചാരവും പിന്നെന്തോ വളങ്ങളെല്ലാം ചേർത്തിട്ട് അവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പന്നി വരുന്നതിന് വേണ്ടിയിട്ട് കുത്തി വെച്ചതാണ്. ആൾ രൂപം പോലെ കാണാനും വേണ്ടിയിട്ട് ഒരു ഷർട്ടല്ല ചാക്കാന്നറിയില്ല, അങ്ങനെ കുത്തി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ശരിക്കും അത് ശ്രദ്ധിച്ചില്ല. ഇപ്പം വീഡിയോയിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത്. വീഡിയോ എടുത്തത് ഞാനാണ് ഗൈസ്, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, സോറി. അവിടെയും കുത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ അങ്ങ് എടുക്കും. അവിടെ എന്തുണ്ട് ഏതുണ്ട് എന്നൊന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. പെട്ടെന്ന് വീഡിയോ എടുത്തതാണ്. അവിടെ എന്തോ ഒരു പാത്രം ഉണ്ട് അവിടെ തൂക്കി വെച്ചിട്ട്. അപ്പോൾ ഇത് എന്തോ ഫ്രൂട്ട്സിൻ്റെ ചെടിയാണെന്ന് തോന്നുന്നു. മൊത്തം വാഴയാണ്. പിന്നെ വാഴയും കവുങ്ങേ ഉള്ളൂ. പിന്നെ നമുക്ക് ജ്യോതിൻ്റെ വീട്ടിൻ്റെ അങ്ങോട്ട് പോവാം. ജ്യോതി നല്ല ഉറക്കമാണ്, പാവം, ഉച്ചമയക്കമാണ്. അപ്പം ജ്യോതിയെ വിളിച്ച് ശല്യപ്പെടുത്തുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിക്കാണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നത്. ഇതാണ് ജ്യോതിൻ്റെ വീട്. നമ്മുടെ അയൽവാസിയാണ്. നമുക്കിവിടെ വീടിൻ്റെ അടുത്ത് അയൽവാസിയായിട്ട് ജ്യോതി എന്താ പറയുക,
എല്ലാത്തിനും നല്ല ഹെൽപ്പിംഗ് ആണ്. പിന്നെ ഇത് ഇവിടെ നിറയെ ഇഷ്ടം പോലെ കുരുമുളകുണ്ട്. പിന്നെ ആണെങ്കിൽ മെയിനായിട്ടുള്ളത് എന്താണെന്ന് അറിയോ, നമ്മൾ തവരയില്ലേ, മഴക്കാലത്തും കർക്കിടകത്തിലെല്ലാം ഉണ്ടാകുന്ന തവര. ഇവിടെ എല്ലാ സീസണിലും ഇവരുടെ അടുത്ത് തവരയുണ്ട്. പിന്നെ അവിടെ പച്ചമുളക്, പയർ ഒക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് നട്ട് വെച്ചിട്ടുണ്ട് തവര. പിന്നെ അവിടെ അവരുടെ ചെടികൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ അയൽവാസിൻ്റെ കൃഷിസ്ഥലവും കൃഷിയും പിന്നെ അവരുടെ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഒക്കെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.